പരിചയപ്പെടണ്ടേ? പരിചയപ്പെടണോ? വേണം. ഒന്നുകൂടെ പറഞ്ഞേ, വേണോ? വേണം. വെരി ഗുഡ്. ആദ്യമായിട്ട് ഓൾ ഓസ്ട്രേലിയ ആൻറ്റീസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയ പൊന്നു പാലാരിവട്ടം. ഒരു കൈ കൊടുത്തേ, ഒരു കൈ അടിച്ചെന്ന് കേക്കട്ടെ. അടുത്തതായി ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുവാൻ ഭക്ഷണ നിയന്ത്രണവും കഠിന വ്യായാമവുമായി നമ്മുടെ മലയാളികൾക്ക് മാതൃകയായ സൂസൻ മലപ്പള്ളി. അടുത്തത് കുടുംബിനികൾക്ക് മാതൃകയായി ഫേസ്ബുക്കിൽ എന്തിനും ഏതിനും ലൈക്കും കമന്റും ഒക്കെ അടിക്കുന്ന സുസ്മേരവദനയായ ഷീമ തിരുവല്ല. നാലാമതായി പാരവെപ്പും കോപ്പിയടിയിലും പ്രാവീണ്യം നേടിയിട്ടുള്ള, ഇപ്പോൾ ഫാഷൻ ഡിസൈനിൽ PhD എടുത്തിട്ടുള്ളതുമായ സില്ലി നിലമ്പൂർ. അടുത്ത ആന്റി മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദം, അതും ഗ്വാളിയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുത്തതാണ്. അതും നമ്മുടെ മലയാളം ചാനലിന്റെ അവതാരികയുമായ റീനു പുനലൂർ. ഹലോ റീനു ആന്റി, ഹൗ ആർ യു? ഞങ്ങൾക്ക് വേണ്ടി സ്വല്പം മലയാളം ഈ ഓണാഘോഷത്തിന് വേണ്ടി റീനു ആന്റി ഒന്ന് പറയാമോ? കുറച്ച് പറയാം. ഓ, ഇത്രയും കുറച്ചാ മതി, നീ കുറയ്ക്കണ്ട. ഇത് മലയാളം ആണോ? എന്താ ആന്റി? പിന്നെ ഈ ആന്റിമാരുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എന്ത് ചോദിച്ചാലും ഇവര് പാട്ടിലൂടെ മാത്രമേ മറുപടി പറയൂ. ആന്റിമാരെ, ആദ്യമായി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പ്രായത്തിലും നല്ല സുന്ദരികളായിട്ടിരിക്കുന്നുവല്ലോ, ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ചിരിയോ വായിൽ വെള്ളം ഊറുന്ന കുറെ ഭക്ഷണ സാധനങ്ങള്. എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വായിൽ വെള്ളം ഊറിയിട്ടുണ്ടാവും അല്ലേ? വെള്ളം ഊറിയോ? ഇല്ല. അത് പോട്ടെ, നിങ്ങളുടെ ചെറുപ്പകാലത്തെ ഓണം എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? എത്ര സുന്ദരമായ കാലം അല്ലേ? എന്നാൽ ആന്റിമാരെ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഓണത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? ഇവിടെ നമ്മൾ പഴയതും പുതിയതും കൂട്ടിക്കലർന്നൊരു ഓണമാണല്ലോ ആഘോഷിക്കുന്നത്. ഞാൻ വേറൊരു സ്വകാര്യം ചോദിക്കട്ടെ ആന്റിമാരോട്. പ്രണയിക്കാത്തവരായി ആരും ഇല്ലല്ലോ. ആന്റിമാർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ?
പടർന്നു പന്തലിച്ചു. ഈ അങ്കിളുമാരുടെ ഒരു ഭാഗ്യം. എന്ത് പറഞ്ഞു ഈ അങ്കിളുമാർ ഈ ആദ്യകാല പ്രണയത്തെ പറ്റി? പെൺകുട്ടിക്കും ഇടം കൊടുത്ത് മനസ്സിന്റെ പാതി പതുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി തന്നു. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇടം കൊടുത്തത് ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ആയി. അങ്കിളുമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആന്റിമാരുടെ മനസ്സിൽ എന്തായിരുന്നു അപ്പോൾ? എത്ര സുന്ദരമായ കാലം. അപ്പോൾ അങ്ങനെയായിരുന്നു പഴയ കാലം. ഇപ്പോഴില്ലാത്തതും ഇത് തന്നെ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആപ്പും ലാപ്പും ആപ്പിളുമായിട്ടൊക്കെ നടക്കുന്ന നമ്മുടെ ഈ യുഗത്തില് നമ്മുടെ മക്കളെ പറ്റി എന്താണ് പറയാനുള്ളത് ആന്റിമാർക്ക്? മക്കൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇവരുടെ മരുമക്കൾ എങ്ങനെയാ നമുക്ക് അറിയണ്ടേ? നിങ്ങളുടെ മരുമക്കൾ എങ്ങനെയാ? ഒരു വിഷമം. ഓ, അത്രക്ക് ഇഷ്ടമാണ് ഇവരുടെ മരുമക്കളെ അല്ലേ? അതൊക്കെ പോട്ടെ. നമ്മുടെ പള്ളിയുടെ പേരിലുള്ള ഓണപരിപാടിയാണല്ലോ ഇവിടെ നടക്കുന്നത്. നമ്മുടെ പള്ളിയിലെ ആത്മീയ സംഘടനകൾ എല്ലാം വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. അതിലെ ഒരു മെയിൻ ഭാഗമാണല്ലോ നമ്മുടെ ഈ ആന്റിമാര്. അപ്പോൾ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് പറയാമോ? നമ്മുടെ വായിൽ ചടവട നമ്മുടെ വായിൽ ചടവട നമ്മുടെ വായിൽ ചടവട നമ്മുടെ വായിൽ ചടവട പരിപ്പുവട. കൂടെ മസാല ദോശ ഉണ്ടെന്നും കൂടെ പറയാമായിരുന്നു ആന്റിമാർക്ക്. നിങ്ങളൊക്കെ ഇവിടെ ഓരോ ജോലിയിലും പൊസിഷനിലും ഒക്കെ ഇരിക്കുന്നവരും ഒക്കെ ആണല്ലോ. കൂടാതെ ഈ ഓരോ പ്രോഗ്രാമുകളിലും ഒക്കെ പ്രാക്ടീസ് ഒന്നുമില്ലാതെ ഇവിടെ വന്ന് പങ്കെടുക്കുന്നവരും ഒക്കെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ എന്താണ് പറയാനുള്ളത്? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോ കുലുമാൽ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോ കുലുമാൽ. എല്ലാ വർഷവും സ്റ്റാർക്ക് ഓണം ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഹോള് സ്വന്തമായിട്ട് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ വലിയ ചെലവൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ ഓണസദ്യ ഫ്രീ ആയിരിക്കും ആന്റിമാരെ. നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. നഞ്ചൊന്നും വാങ്ങി കഴിക്കല്ലേ സ്റ്റാഫ് മെമ്പേഴ്സ്, ഞങ്ങൾ എല്ലാവരും കൂടെ പിരിച്ചു തരാൻ കേട്ടോ, നോ പ്രോബ്ലം. ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ അച്ഛനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയൊക്കെ തിരക്കുണ്ടെങ്കിൽ ഈ പള്ളിയിലെ എല്ലാ കാര്യങ്ങളുടെയും കൂടെ തന്നെ
മറ്റ് ആക്ടിവിറ്റീസ് ആയ സ്പോർട്സിനും ഓണം പ്രോഗ്രാമിനും പിക്നിക്കിനും ഒക്കെ നമുക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട്. ഇതുപോലൊരു അച്ഛനെ കിട്ടിയത് നമ്മുടെ മഹാഭാഗ്യമാണ്. അച്ഛനെ പറ്റി ആന്റിമാർക്ക് എന്താ പറയാനുള്ളത്? അത് നന്നായി. നമുക്ക് തന്നിരിക്കുന്ന സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ നിർത്തുകയാണ്. ഇത്രയും നേരം നിങ്ങളെ സഹിച്ച ഇവിടെ ഇരിക്കുന്ന ഈ ആൾക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണെ അവന്റെ മാറി മയക്കം കൊണ്ടും പൊടിയല്ലോ കനവായി പതിന്റെ മണിയിൽ പിടികുറങ്ങും വരയ്ക്കും Thank you very much.